ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കരുണാമയനായ കർത്താവേ, കാത്തരുളിടേണമേ, ഞങ്ങളെ കാത്തരുളിടേണമേ. ഗദ്ഗദകണ്ഠരായി പ്രാർത്ഥിക്കും ഞങ്ങൾ തൻ ദുഃഖങ്ങൾ നീക്കേണമേ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പിതാവായ ദൈവവും ദൈവത്തിൻ്റെ ജാതനായ ഏകപുത്രനും പരിശുദ്ധാത്മാവും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ കാരുണ്യം നമ്മിലേക്ക് ചൊരിഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത് പരമപരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. ആണ്ടുവട്ടത്തിൽ ഒരു പ്രാവശ്യം മാത്രം ആഘോഷിക്കുന്ന ഈ തിരുനാൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരുമിച്ചോർത്തുകൊണ്ട് നമ്മൾ ഈ ദിവ്യ ബലി അർപ്പിക്കുകയാണ്. സന്തോഷത്തോടുകൂടെ ത്രിത്വയ ദൈവത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നിങ്ങളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, കനിയേണമേ. ക്രിസ്തുവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ. ക്രിസ്തുവേ, കനിയേണമേ. കർത്താവേ, കനിയേണമേ, 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 കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ
സ്തുതിക്കുന്നു. അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തന ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാതേവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനികന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനികന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകന നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, സത്യത്തിൻ്റെ വചനവും വിശുദ്ധീകരണത്തിൻ്റെ ആത്മാവും ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് അങ്ങേ അത്ഭുതകരമായ രഹസ്യം മനുഷ്യർക്ക് അങ്ങ് വെളിപ്പെടുത്തിയല്ലോ. സത്യവിശ്വാസത്തിൻ്റെ പ്രഘോഷണം വഴി നിത്യമായ ത്രിത്വത്തിൻ്റെ മഹത്വം അംഗീകരിക്കുവാനും മഹാപ്രാഭവമുള്ള ഏകത്വം ആരാധിക്കുവാനും ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ കാലത്തെപ്പറ്റി ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകെ
നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനകമായ പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതിക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനത്താൽ ആകാശം നിർമ്മിക്കപ്പെട്ടു. അവിടുത്തെ കൽപ്പനയാൽ ആകാശഗോളങ്ങളും അവിടുന്ന് അരുളി ചെയ്തു ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവരാണ്. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവരാണ്. നാം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. അവിടുന്നാണ് നമ്മുടെ സഹായവും പരിചയം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവ് ദൈവമായുള്ള ജനവും കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. ഭാഗ്യമുള്ളവരാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷി നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും ഇനിയും എന്നും ഉണ്ടായിരിക്കുന്നവനുമായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. വചനമായി വന്നു നാഥൻ, തിരുവചനമായി എൻ്റെ ഉള്ളിൽ. സുവിശേഷമായി വന്നു നാഥൻ, സുരലോകനാഥൻ മിശിഹ. വചനമായി വന്നു നാഥൻ, തിരുവചനമായി എൻ്റെ ഉള്ളിൽ. സുവിശേഷമായി വന്നു നാഥൻ, സുരലോകനാഥൻ മിശിഹ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുക. അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലിയായിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ത്രിത്വയ ദൈവം, ഏക ദൈവം, ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നമ്മളിതാ ബലിയർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവായ ഈശോ നിർദ്ദേശിച്ചതുപോലെ അവർ ഗലീലിയായിലെ ഒരു മലമുകളിലേക്ക് പോയി. മലമുകൾ എപ്പോഴും വെളിപാടിൻ്റെ ഒരു സ്ഥലമാണ്, പ്രാർത്ഥനയുടെ ഒരു സ്ഥലമാണ്. ഉദ്ധിതനായ യേശുവിനെ കാണുമ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ശിഷ്യന്മാരിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പ്രതികരണം ആരാധനയുടെ പ്രതികരണമാണ്. ഈ ആരാധനയുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? കർത്താവായ ഈശോയിൽ ദൈവത്വം അവർ കണ്ടുകൊണ്ട് ഈശോയെ ആരാധിക്കുന്നതിലേക്ക് കടന്നു വരുന്നു. ആരാധനാ മനോഭാവം വിശ്വാസമുള്ളവർക്ക് മാത്രമേ ആരാധനാ മനോഭാവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്തവർക്ക് സംശയങ്ങൾ ഉണ്ടാകും. ഈശോയുടെ ആ 11 ശിഷ്യന്മാരിൽ ചിലർക്ക് സംശയങ്ങളുണ്ടായിരുന്നു. 40 ദിവസങ്ങൾ തൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം ഈശോ അവർക്ക് ദർശനങ്ങൾ നൽകി. എന്നാലും ചിലരൊക്കെ സംശയത്തിൽ ആയിരുന്നു. ഈ സംശയം ഉണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് വളരെ പ്രയാസമാണ്. കർത്താവായ ഈശോ അവർക്ക് ഒരു ദൗത്യം നൽകുന്നുണ്ട്, വചനപ്രഘോഷണത്തിൻ്റെ ദൗത്യം. വിശ്വാസത്തിൽ ആഴപ്പെട്ടുകൊണ്ട് കർത്താവായ ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഈ ശിഷ്യന്മാർ ഇനി ചെയ്യേണ്ടതെന്താണ്? തങ്ങൾ അനുഭവിച്ച ആ വിശ്വാസം, കർത്താവായ ഈശോയിലുള്ള വിശ്വാസം അവർ ഏറ്റുപറയുക. അങ്ങനെ അവർ ഏറ്റുപറയുമ്പോൾ അനേകർ കർത്താവായ ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഈശോയുടെ ശിഷ്യന്മാരായി മാറും. കർത്താവായ ഈശോ മഹത്വീകരണത്തിലേക്ക് കടന്നു വരും. ഈശോ പറയുന്നതെന്താണ്? ലോക അതിർത്തികൾ വരെ പോയി വചനം പ്രഘോഷിക്കുവിൻ എന്നാണ്. എന്നിട്ട് ഈശോ പറയുന്നതെന്താണ്? അവരെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക. 3 വർഷക്കാലം തൻ്റെ പരസ്യ ജീവിതത്തിൽ തൻ്റെ ശിഷ്യന്മാരെ അനേക കാര്യങ്ങൾ പഠിപ്പിച്ചു. ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ പറഞ്ഞു കൊടുത്തു. ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ നീതി കർത്താവിൻ്റെ കൃപയിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് അവർക്ക് നൽകി.
അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് കഥാവായി ഈശോ പോയപ്പോൾ ശിഷ്യന്മാർക്കും മനസ്സിലായിട്ടുണ്ട് എന്താണ് ദൈവരാജ്യം എന്ന്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങൾ പഠിപ്പിക്കുവാനും പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുവാനും ഈശോ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് നൽകി. മോശയിലൂടെ ആ പ്രമാണങ്ങൾ ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു. മോശ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാക്കി മാറ്റും. അതുപോലെ കർത്താവായി ഈശോ ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ ശിഷ്യന്മാർ, തന്നിൽ വിശ്വസിക്കുന്നവർ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരണം എന്നാണ്. ഈശോ തീർച്ചയായിട്ടും പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ അനുസരിക്കുവാനായിട്ട് പറയും. അതുപോലെ ഈശോ മലയിലെ പ്രസംഗത്തിൽ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈശോ തൻ്റെ 3 വർഷത്തെ പരസ്യ ജീവിതകാലത്ത് പല കാര്യങ്ങളും ഉപമകളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമുക്കറിയാം, ഈശോ അന്തിമ താഴ് സമയത്ത് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. അതോടൊപ്പം തൻ്റെ ഉത്ഥാനശേഷം 40 ദിവസങ്ങളിൽ ഈശോ പല വിധത്തിൽ അവരെ പഠിപ്പിച്ചു. ഈ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈശോയിൽ വിശ്വസിക്കുന്നവരോട് പറയുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ പഠിപ്പിച്ച് അവർ തയ്യാറാകുമ്പോൾ അവർക്ക് മാമോദീസ നൽകി അവരെ ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് കടത്തിക്കൊണ്ടുവരണം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ 3 വ്യക്തികളുടെയും നാമത്തിൽ മാമോദീസ നൽകി അവരെ തിരുസഭയിലേക്ക് ഒന്ന് ചേർക്കണം എന്നാണ് കർത്താവായി ഈശോ ആഗ്രഹിക്കുന്നത്. കർത്താവായി ഈശോ അതിനായിട്ടുള്ള ശക്തിയും കരുത്തും നൽകി. പരിശുദ്ധാത്മാവിനെ പെന്തക്കോസ്ത ദിവസത്തിൽ നൽകിക്കൊണ്ട് ആത്മാവിൻ്റെ ചൈതന്യത്താൽ അവരെ നിറയ്ക്കുകയാണ് ചെയ്തത്. അവർക്ക് ആത്മീയ ശക്തി ഉണ്ടായിരുന്നു. ഈ ശക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകുക. അതോടൊപ്പം ഏറെ വരദാനങ്ങൾ അവർക്ക് ലഭിച്ചു. ആ വരദാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആയിരിക്കുക. ഈശോ പറയുന്നത് എന്താണ്? അവസാനമായിട്ട്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഇത് ഒരു വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനത്തിൽ കർത്താവായി ഈശോ തന്നെ പൂർണ്ണമായിട്ട് തൻ്റെ ശിഷ്യന്മാർക്ക് അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും കർത്താവായി ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം, ദൈവപിതാവ് ആഗ്രഹിക്കുന്ന ജീവിതം, അല്ലെങ്കിൽ ദൈവപിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും പരിശുദ്ധരായി ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുകയും മറ്റുള്ളവർക്കും സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് ജീവിക്കുന്നതിലേക്ക് കടന്നു വരാം. അതിനുള്ള കൃപാവരം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുന്നു. എല്ലാവരും എഴുന്നേറ്റുന്നുകൊണ്ട് ത്രിത്വയ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മൾ ഏറ്റുചൊല്ലുവാനായിട്ട് പോകുന്നത്. സന്തോഷത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ ഈ വിശ്വാസ പ്രമാണം നമുക്ക് പാടാം. ഏകനാം ദൈവത്തിൽ വിശ്വസിക്കുന്നേ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യാദൃശ്യങ്ങളാം എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവൈക ശക്തനുമായ ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നേ. എല്ലാ യുഗങ്ങൾക്കു മുൻപു പിതാവിൽ നിന്നു ജനിച്ചോരു
ദൈവസൂതനും ഏകനാം ജാതനും നാഥനുമായ ക്രിസ്തുവാമീശോയിൽ വിശ്വസിക്കുന്നേ. ദൈവത്തിൽ നിന്നുള്ള ദൈവമാണെന്നും ദീപ്തിയിൽ നിന്നുള്ള ദീപ്തിയാണെന്നും സത്യദൈവം തന്നിൽ നിന്നുള്ള സാക്ഷാൽ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നേ. ജാതനാണെങ്കിലും സൃഷ്ടനല്ലെന്നും സത്തയിൽ താതനോടേകനാണെന്നും സർവവും താൻ വഴി സൃഷ്ടമായെന്നും സന്തതം ഞാനേവം വിശ്വസിക്കുന്നേ. നമ്മൾക്കും നമ്മൾ തൻ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പാരിൽ കന്യാമറിയത്തിൽ നിന്നു റൂഹായാൽ ധന്യശരീരമെടുത്തു നരന പന്തിയോസ് പീലാത്തോസ് വാണിടും നാളിൽ നമ്മൾക്കായി ഘോരമാം പീഡകളേറ്റു ക്രൂശിൽ മരിച്ചു സംസ്കാരവുമാർന്നു വിശ്വസിക്കുന്നേ ഈ സത്യങ്ങളെല്ലാം. മുന്നം ലിഖിതങ്ങൾ ചൊന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു സ്വർഗത്തിലേറി ഇരുന്നരുളുന്നു തൻ പിതാവിൻ വലം പാർശ്വത്തിലായി. ജീവിപ്പോരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ പ്രതാപങ്ങളോടെ വീണ്ടും വരും അന്തമില്ലാത്തതാണ് തൻ വാഴ്ച എന്നതും വിശ്വസിക്കുന്നേ. താതനിൽ നിന്നും തനയനിൽ നിന്നും ചെമ്മേ പുറപ്പെടും പാവനാത്മാവിൽ താതനും ജാതനും ഒന്നിച്ചു നിത്യം സുസ്ഥ്യനും പൂജ്യനും ആകും റൂഹായിൽ. വേദപ്രവാചകൻ മാർവഴിയെല്ലാം നമ്മോടരുൾ ചെയ്ത ജീവദാതാവും കർത്താവുമായുള്ള പാവനാത്മാവിൽ ഏറ്റം ഉറപ്പായി വിശ്വസിക്കുന്നേ. വിശ്വസിക്കുന്നു ഞാൻ ഏകവിശുദ്ധ കാത്തോലിക്ക അപ്പോസ്തോലിക്ക സഭയിൽ പാപവിമോചന ഏകുന്നോരേക ജ്ഞാനസ്നാനം ഭക്ത്യാ പ്രഖ്യാപിക്കുന്നേ. മൃത്യുവരിച്ചവർ ഉള്ളോരുയിർപ്പും നിത്യപരലോക ജീവിതവും ഞാൻ വിശ്വസിച്ചേറ്റം ഉറപ്പായിഹത്തിൽ പ്രത്യാശയോടിത കാത്തിരിക്കുന്നേ. ആ ആ ആ ആ
സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടുന്ന് നമ്മിൽ പ്രചോദിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് പാപ്പായ്ക്കും നമ്മുടെ രൂപതാധ്യക്ഷനായ മെത്രാനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഫലമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും പൊതുനന്മയ്ക്കുമായി പ്രയത്നിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായി ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. അർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും അപ്പത്തിലൂടെയും വീഞ്ഞിലൂടെയും ദൈവപിതാവിങ്കിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. കർത്താവ് അതെല്ലാം സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാടാം. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. തിരുസന്നിധിയിൽ തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ. തിരുസന്നിധി തിരുനാഥനൊത്ത് തിരുമുൽ കാഴ്ചയുമാ. അർപ്പണം, പൂജാർപ്പണം, സ്നേഹത്തിൻ യാഗാർപ്പണം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴി ഞങ്ങളുടെ ശുശ്രൂഷയുടെ ഈ കാഴ്ചദ്രവ്യങ്ങൾ അങ്ങ് പവിത്രീകരിക്കുകയും അവയാൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായൊരു കാഴ്ചവസ്തുവായി മാറ്റുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനോടും പരിശുദ്ധാത്മാവോടും കൂടെ അങ്ങ് ഏക ദൈവവും ഏക കർത്താവുമാകുന്നത് ഒരു വ്യക്തിയുടെ ഏകത്വത്തിലല്ല, പ്രത്യുത ഒരു സത്തയുടെ ത്രിത്വത്തിലാണല്ലോ. എന്തെന്നാൽ അങ്ങേ മഹത്വത്തെക്കുറിച്ച് അങ്ങ് വെളിപ്പെടുത്തുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് അങ്ങേ പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒരു വ്യത്യാസവുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അങ്ങനെ സത്യവും സനാതനവുമായ ദൈവത്വത്തിൻ്റെ പ്രഖ്യാപനത്തിലൂടെ വ്യക്തിയിലുള്ള തനിമയും സത്തയിലുള്ള ഏകത്വവും മഹിമയുള്ള തുല്യതയും ആരാധിക്കപ്പെടുന്നു.
മാലാഖമാരും പ്രധാന മാലാഖമാരും കരൂബുകളും സറാഫുകളും അങ്ങേ പ്രകീർത്തിക്കുന്നു. അവർ നിത്യേനെ അവിരാമം ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഉദ്ഘോഷിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന 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 അത്യുന്നതങ്ങളിൽ ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള സമയം. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് ആത്മാവിൻ്റെ നിറവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. അതുപോലെ നമുക്കും നിറയുവാനായിട്ടുള്ള കൃപ ലഭിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. ഈ സമയം ആത്മാവിൻ്റെ നിറവിനുള്ള സമയമാണിത്. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തിരുസഭയെ തൃക്കൺ പാർക്കണമേ.
ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ സ്തുതിപ്പ് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് പാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു ആഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. നിത്യം ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. നിത്യം ഞങ്ങളിൽ കനിയേണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഈ കൂദാശയുടെ സ്വീകരണവും നിത്യവും പരിശുദ്ധവും ആയ ത്രിത്വത്തിൻ്റെയും അവിടുത്തെ വ്യക്തിപരമായ ഏകത്വത്തിൻ്റെയും പ്രഖ്യാപനവും ഞങ്ങളുടെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും ആരോഗ്യത്തിന് ഉപകരിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിക്കുക. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുക. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. വൈദികർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റണമേ. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചേർക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തെ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വൈദ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അഗതികൾക്കാശ്രയമേ, അയ്യമ്മസിൻ മാതാവേ, അനുദിനമടിയൻ വന്നണയുന്നു നിൻ തിരുസന്നിധിയിൽ. കൃപകൾ ചൊരിയണമേ. അഗതികൾക്കാശ്രയമേ, അയ്യമ്മസിൻ മാതാവേ, അനുദിനമടിയൻ വന്നണയുന്നു നിൻ തിരുസന്നിധിയിൽ.